ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് ഐരാവതം. ഐരാവതം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന പുതിയ അക്ഷരം ഏതാണ്? ഐ ആണ് നമ്മൾ പഠിക്കുന്ന പുതിയ അക്ഷരം. ഐ രാ വ ദം അല്ലേ? താഴെ എഴുതി അമ്മിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്ത് വരും? അം അല്ലേ? അപ്പോൾ ഇന്ദ്രൻ്റെ ആനയുടെ പേരെന്ത്? ഇന്ദ്രദേവനുണ്ടല്ലേ? ഇന്ദ്രദേവന്റെ ആനയുടെ പേരെന്താ? ഐരാവതം. ഇന്ദ്രദേവന്റെ ആനയുടെ പേരാണേത്? ഐരാവതം. ഇത് ഏതക്ഷരമായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? എ. ഇത് എ. പറഞ്ഞേ, ഇത് ഏതക്ഷരമാ? ഇത് എ. ഇവിടെ ഒരു കൂനിപ്പൊടി ഇടുമ്പോൾ എന്ത് വരും? എ ഉണ്ടോ? ഇത് ഏതക്ഷരമാ? ഈ എക്ക് മുന്നിൽ ഒരു ചുറ്റിക്കെട്ടി പുള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഐ. ഐ. ഐ രാ വ തം. കുട്ടികൾ വായിക്കാൻ പഠിക്കുമ്പോഴത്തേനും നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് വായിക്കുക, വിരൽ തന്നെ വെച്ച് വായിക്കണം. അപ്പം ഐ രാ രാ ഐ രാ വ ത അം ഐരാവതം. ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് വായിക്കാൻ പഠിക്കണം. വിരൽ ചൂണ്ടി തന്നെ വായിക്കണം. ഇനി ഇത് നോക്കിയേ, ഇത് ഏതക്ഷരമാണെന്ന് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു. ഇത് ഏതക്ഷരമാ? ഐ. ഐ. ഇത് ഏതക്ഷരമാ? ന. നായാണ് ഈ അക്ഷരം. ന. അം. അമ്മിൻ്റെ ചിഹ്നമല്ലേ കിടക്കുന്നത്? ഐ നം. ഐ നം. മനസ്സിലായോ? ഇതെന്താ എഴുതിയിരിക്കുന്നേ? ഇത് ഏതക്ഷരമാ? ഇത് പറഞ്ഞു, നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിച്ച അക്ഷരമാണല്ലേ? ഐ സ. ചന്ദ്രക്കല കണ്ടോ? ഇത് എന്താണ്? ചന്ദ്രക്കല. അപ്പം ചന്ദ്രക്കല ഇട്ടാൽ ആ അക്ഷരത്തിൻ്റെ പകുതി നമ്മൾ ഉച്ചരിച്ചാൽ മതി അല്ലേ? ഐ സ്. സായിക്ക് സ് എന്ന് വായിക്കണം. ഐ സ്. മനസ്സിലായോ? ഐസ്. ഇനി ഇതെന്താ? ഇത് ഐയുടെ ചിഹ്നമാണല്ലേ? ഐയുടെ ചിഹ്നമാണിത്. ഐയുടെ ചിഹ്നത്തിന് എങ്ങനെയാ നമ്മൾ പറയുന്നേ? ഇതേതക്ഷരമാ? തായല്ലേ? ത. അപ്പം ഇതാണെങ്കിൽ തൈ. കണ്ടോ? ഇത് കായായിരുന്നെങ്കിൽ കൈ. ഇതേതക്ഷരമാ? ത. തായാവുമ്പം ഐയുടെ ചിഹ്നം ഇട്ടാൽ എന്താ? തൈ. മ. ഇതേതക്ഷരമാ? മ. മ. ആയുടെ ചിഹ്നം ഇട്ടാൽ മാ. വ. വ്. കണ്ടോ? തൈമാവ്. മനസ്സിലായോ? തൈ മാവ്. അപ്പം ഇന്ദ്രൻ്റെ ആനയുടെ പേരെന്താണ്? ഐരാവതം. വായിച്ചേ, ഒന്നുകൂടെ ടീച്ചറിൻ്റെ കൂടെ വായിച്ചേ. ഐ രാ വ തം. ഐരാവതം. ഇനി ഇതെന്താ? എ. എ. ഐ. ഐ നം. ഐ സ്. തൈ മാവ്. കണ്ടോ? അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. താങ്ക് യു.